2014 ബയേൺ മ്യൂണിക്കിൻ്റെ CEO ആയിരുന്ന റൊമനിക് ടോണി ക്രൂസിനോട് ഇങ്ങനെ പറഞ്ഞു: നിനക്ക് വേണ്ടി 10 മില്യണൊന്നും മുടക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. നിനക്ക് വേണമെങ്കിൽ കുറഞ്ഞ വേതനത്തിൽ ഇവിടെ തുടരാം. നീ അത്ര മികച്ച താരമൊന്നുമല്ല. തന്നെ ഒരു ഭാരമായി കണ്ട ബയേണിൽ തുടരാൻ ടോണി ക്രൂസിന് താല്പര്യമില്ലായിരുന്നു. അവിടെ നിന്ന് ടോണി ക്രൂസ് പടിയിറങ്ങി. തുടർന്ന് ബാഴ്സയിലേക്ക് ചേക്കേറാനായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യം. എന്നാൽ ബാഴ്സ അദ്ദേഹത്തെ റിജക്റ്റ് ചെയ്തു. പകരം റാക്കിറ്റിച്ചിനെയായിരുന്നു ബാഴ്സലോണ സൈൻ ചെയ്തിരുന്നത്. പിന്നീടായിരുന്നു റിയൽ മാഡ്രിഡ് 25 മില്യൺ യൂറോയ്ക്ക് ടോണി ക്രൂസിനെ സൈൻ ചെയ്തത്. പിന്നീട് മോഡ്രിച്ച്, കാസമീറോ എന്നിവർക്കൊപ്പം റിയൽ മാഡ്രിഡിൻ്റെ മധ്യനിരയിലെ പ്രധാന താരമായിരുന്നു ടോണി ക്രൂസ്. മികച്ച പാസിംഗ് കൊണ്ട് അത്ഭുതം തീർക്കുകയായിരുന്നു ടോണി ക്രൂസ്. 2014 റിയൽ മാഡ്രിഡിൽ കരിയർ തുടങ്ങിയ അദ്ദേഹം 2024 പടിയിറങ്ങുകയാണ്. ഹാട്രിക് ചാമ്പ്യൻസ് ലീഗും അങ്ങനെ നിരവധി കിരീടങ്ങൾ അദ്ദേഹം റിയൽ മാഡ്രിഡിനായി നേടി. ഈ ചാമ്പ്യൻസ് ലീഗ് ഫൈനലോടുകൂടി ടോണി ക്രൂസ് റിയൽ മാഡ്രിഡിൽ നിന്ന് പടിയിറങ്ങുകയാണ്.